ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കക്കയാണ്. അഷ്ടമുടിക്കാരിൻ്റെ കിട്ടിയതാണ്. ഇത് പുഴുങ്ങിയ കക്ക അല്ല, ഇത് ഇളക്കിയ കക്കയാണ്. പച്ചയ്ക്ക് കിട്ടിയത് ഇളക്കി, അതിൻ്റെ തോടിളക്കി നമ്മൾ മേടിച്ചതാണ്. ഇത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. ഇതിനെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇതിനെ ഈ ഇളക്കി മേടിച്ച കക്കനെ ഞാൻ ഒരിക്കൽ ചെയ്ത് പുഴുങ്ങിയിട്ട് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിക്കട്ടെ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു നാരങ്ങ, ചുവന്നുള്ളി, കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമുക്ക് വേണ്ടതെല്ലാം അതിൽ നിന്നെടുക്കാം. ഉപ്പ്, എണ്ണ. അപ്പോൾ ഇത് ഞാൻ ഇനി ഒന്ന് കഴുകി കൊണ്ടുവരാം. 1-2 വട്ടം ഞാൻ കഴുകിയതാണ്, എങ്കിലും ഒന്നും കൂടെ കഴുകി കൊണ്ടുവരാം. ഓക്കെ, ഇത് ഞാൻ വീണ്ടും ഒന്ന് നന്നായി കഴുകിയിട്ടുണ്ട്. എൻ്റെ പേരെന്തു മാമേ? എൻ്റെ പേര് കക്ക തന്നെ. ഇനി വേറെ എന്തോ ഒരു പേര് പറയും, പൂവൻ കക്കാന്നോ വെളുത്ത കക്കാന്നോ ഒക്കെ പറയും. എനിക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ പേരറിയത്തില്ല. ഇത് അഷ്ടമുടിക്കാരി മാത്രമേ ഉള്ളൂ. ഇതിനെ ഇനി നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോകുക. ഇതാ ഞാൻ കക്ക കഴുകി അടപ്പത്ത് വെച്ച് അതൊന്ന് വേവട്ടെ, നല്ല രീതിയിൽ വേവണം. അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണ്. അത് വെന്തിട്ട് അമ്മ വിളിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ വെള്ളം ഒഴിച്ചില്ലായിരുന്നു, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിലാണ് അവൻ വേവേണ്ടത്. കക്ക നന്നായി വേവും. നല്ല വെള്ളമുണ്ടല്ലേ? ഈ വെള്ളം നമ്മളിപ്പം വറ്റിച്ചിഞ്ഞെടുക്കും. വറ്റിയതിന് ശേഷമേ നമുക്കിവനെ ഫ്രൈ ആക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേവട്ടെ, നന്നായി വേവട്ടെ. ഒന്നുമില്ല, അത് കണ്ടോ എത്ര കൂടുതലാണ് കാണിച്ചത്, കണ്ടോ? അത് നന്നായി വേവട്ടെ. ഇപ്പോഴും നമുക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഇപ്പോൾ നമുക്കതാ ഒരു ശകലം മഞ്ഞൾപ്പൊടി കൊടുക്കാം. അതിലൊന്ന് വേവട്ടെ. വെള്ളം ഇപ്പോൾ വറ്റി കിട്ടും. അപ്പോൾ അമ്മച്ചി അത് തുറന്നിരിക്കട്ടെ. അടച്ചു വെക്കുമ്പോഴാണ് വെള്ളം പോകാതിരിക്കുന്നത്. അപ്പോൾ തുറന്ന് ഫുൾ ഫ്ലെയിമിലാണ് മാറ്റി വെക്കട്ടെ. അടപ്പ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ വിളിക്കാം. അപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാമേ. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ടോ ചട്ടിയിലോട്ടോ നമുക്ക് മാറ്റാം. ഞാനപ്പോൾ മാറ്റട്ടെ. അതിനായിട്ട് ഈ ചട്ടി ഞാനിതാ അതിന് പറ്റിയ ചട്ടി. ഇതെല്ലാം കറുത്ത ചട്ടിയാണ്. ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. കറുപ്പ് നിറമാണ്, അല്ലാതെ ഉപയോഗിച്ച് കറുത്തതല്ല. കറുപ്പും ചുവപ്പും ചട്ടികളുണ്ടല്ലോ, അങ്ങനെ ഞാൻ മേടിച്ചതാണ്. കണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കോരി മാറ്റുന്നു. അപ്പോൾ ആ വെള്ളമെല്ലാം പറ്റിയെങ്കിലും അതാണ് പിടിച്ചെടുത്തേക്കുന്നത്. നന്നായി വെന്തിട്ടുണ്ട്, കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മളിനി ഈ ചട്ടിയിലാണ് എണ്ണ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഞാൻ തീ ഒന്നുകൂടെ കൊടുക്കാം. തീ ഞാൻ അണച്ചായിരുന്നു കേട്ടോ. അതായത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ? എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടതിന് എല്ലാം എടുത്ത് വെച്ചിട്ട് അമ്മച്ചി വീണ്ടും ഫ്ലെയിം ഓണാക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാമേ. അപ്പോൾ ഞാൻ ഫ്രൈക്ക് ആവശ്യമായ എണ്ണ കൊടുത്തു. വേണമെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ എണ്ണ ചൂടായി. നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. മഴക്കാലമല്ലേ, മഴക്കാലമാണ്, ഇഞ്ചി നല്ലതാണ്. കക്കായല്ലേ, വയറ്റുവേദന വന്നാലോ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ചേർത്ത് വേണം ചെയ്യാൻ. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അവരൊന്ന് സെറ്റപ്പാകട്ടെ. അപ്പോൾ നമുക്ക് അടുത്തതായ മസാലക്കൂട്ട്. ഗ്രാമ്പു, തക്കോലം, ഏലക്ക, പെരിഞ്ചീരകം അവരെ കൂടെ നമുക്കൊന്ന് കൊടുക്കാം.
നമുക്കിനി കൊടുത്തല്ലോ. അവരും ഒക്കെ അതാ എല്ലാവരും ഒക്കെ ഉണ്ട് സന്തോഷമായി എണ്ണയെ കുളിച്ച്. നമുക്കിനി ഉള്ളി ഇനി ആശാൻ നമുക്ക് കൊടുക്കാം. ഉള്ളിയെ കൊടുക്കാം. കൊച്ചുള്ളി കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. സാധാരണ ഉപ്പ് ഇതിൽ കാണും. പിന്നെ നമുക്കൊരു ശകല ഉപ്പ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളധികം ഉപ്പ് ഉപയോഗിക്കുന്നില്ല. എന്നാലും ഒരിച്ചിരി ഉപ്പ് ഈ ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാ അതിനാവശ്യമായ ഉപ്പും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇനി ഒന്ന് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പച്ചമുളക് കൊടുക്കാം. അപ്പോൾ ഇവരൊന്ന് സെറ്റപ്പ് ആകട്ടെ. അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ. അവരൊന്ന് റെഡിയായി വരട്ടെ. ഓക്കെ, അതാ കണ്ടോ വഴന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നന്നായി ഒന്ന് വഴന്നട്ടെ. ഒത്തിരി വഴണ്ട കാര്യമില്ല. കാര്യം കക്കാടെ കൂടെ നമുക്ക് 2 ഉള്ളിയും ഒരു പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഏലക്കായും ഒക്കെ ഒന്ന് കടിക്കുമ്പം ഒരു സുഖമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലുണ്ട്. അപ്പോൾ കക്ക നമ്മൾ വായിലിടുമ്പോൾ വാരി വെക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിൽ വേണം അല്ലേ. ഒരു ചെറിയ എരിവും ഒരു മണവും ഇഞ്ചിയുടെ വഴന്നതും ഏലക്കായുടെ മണവും ഗ്രാമ്പൂൻ്റെതായ ഗ്രാമ്പൂൻ്റെ മണം അറിയാമല്ലോ. നമ്മുടെ വയറ്റിന് നല്ലതാണ് ഗ്രാമ്പു. വയറ്റ് വേദന ഉണ്ടാക്കത്തില്ല. അതാണ് ഗ്രാമ്പൂൻ്റെ പ്രത്യേകത. പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല. എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിലുമൊക്കെ ഗ്രാമ്പു ചേർക്കാറുണ്ട്. ചിലർക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാലക്കൂട്ടുകൾ, അതായത് മുളക് പൊടി, അതിനാവശ്യമായ മുളക് പൊടി എല്ലാം കൊടുക്കാം. അപ്പോൾ വെച്ച് ശകലം കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി, ഇതാ ഒരു ഇച്ചിരി ഉലുവ ഇതിലോട്ട് എല്ലാവരും ഇരിക്കട്ടെ. പിന്നെന്താണ് നമുക്ക് മല്ലിപ്പൊടി അല്ലേ? നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇരിക്കട്ടെ. മല്ലിപ്പൊടി നല്ലതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. എരി ഉണ്ടായല്ലേ? എരിവ് ആ മുളകിൻ്റെ പച്ചമുളകിൻ്റെ ഇതിനെ നീ ചെയ്ത് വരുമ്പോൾ ഞാൻ പറയാം എന്താണെന്ന്. എല്ലാം സസ്പെൻസാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, ഇതാ കണ്ടോ വഴന്ന് വരട്ടെ മക്കളെ. ഇത് നോക്കിയട്ടെ, നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കക്കായി കൂടെ ആഡ് ചെയ്യുന്നു. കണ്ടോ, കൂടെ വേവിച്ച് വെച്ചിരുന്നത്. അതിനെ നമുക്കൊന്ന് കണ്ടോ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, ഇനി കറിവേപ്പിലയുണ്ട്. ഇനി അവസാനമായി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ കൊടുക്കും. എന്നാലേ ഇത് ശരിയാണ്. ഇത്തിരി കുരുമുളക്, ഇവിടെ ആരും കുരുമുളക് മക്കൾക്ക് അലർജിയാണ്. കുരുമുളക് ഒരു ശകലം ഞാൻ കാണിക്കുമെന്നല്ല, എനിക്ക് ഇടണം. കക്കായ്ക്ക് ഞാൻ കുരുമുളക് ഉപയോഗിക്കും. മോൻ ഇഷ്ടമുണ്ടെങ്കിൽ തിന്നാൻ മതി. അവരൊക്കെ ചെയ്യുമ്പോഴേ കക്കായ്ക്ക് കുരുമുളക് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കായി ഇറച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് ഇത്തിരി കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയൊക്കെ കൊടുക്കാം മണത്തിന് വേണ്ടി. കണ്ട, അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ശകലം നോക്കിയട്ടെ, ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കൊടുത്തോണം. ഇവിടെ ആണെങ്കിൽ കുരുമുളക് അലർജി ഉള്ളതുകൊണ്ട് പക്ഷേ ഇടാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ കുരുമുളകിൻ്റെ മണം ചതച്ചതാണ്. അതിൻ്റെ ചതയിലെ കഷണവും കക്കായും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ചോറല്ല ചപ്പാത്തിയോ വെറുതെ കോരി തിന്നാം. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അമ്മച്ചി ഇത് ഇറങ്ങി വെക്കട്ടെ, വാങ്ങി വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് കക്ക ഇറക്കി വെച്ചു. ഇനി ഒരു ശകലം
നാരങ്ങ നീര്. അതായത് ഞാൻ അപ്പോൾ ശകലം നാരങ്ങ നീരും കൂടെ ഇതാ. കുറച്ച് നാരങ്ങ നീരും കൂടെ നമ്മൾ ഇതിലൊഴിക്കട്ടെ. ഒത്തിരി നാരങ്ങ വേണ്ട, ഒരു ശകലം, അതാണ് ചെറിയ നാരങ്ങ എടുത്ത്. ഇനി അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കണ്ടല്ലോ. അപ്പോൾ അതിനാവശ്യമായ പുളി കിട്ടിക്കഴിഞ്ഞു. മതി. ഉണ്ടോ? നല്ല വാസന ഉണ്ട്. നല്ല വാസന. ഇത് റോസ്റ്റ് ആണ്, ഫ്രൈ ആണോ? ഇതാണ് ഫ്രൈ. കണ്ടോ? റോസ്റ്റും ഫ്രൈയും അല്ല ഇത്. കണ്ടോ? നിങ്ങളങ്ങ് ചെയ്ത് തിന്നാൻ മതി. റോസ്റ്റെന്നോ ഫ്രൈ എന്നോ എന്ത് വേണേലും പറയാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. ശകലം ചോറിൽ കക്ക കൊടുക്കുകയാണ്. ഇതാ കണ്ടോ? മതി മാമേ. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുട്ടി ടേസ്റ്റ് ചെയ്യേ. വേവാട്ടെ. എനിക്ക് യൂറിക് ആസിഡ് ഉള്ളത് കൊണ്ട് എനിക്ക് കക്ക കഴിച്ചുകൂടാ. യൂറിക് ആസിഡ് ഉള്ളത് കൊണ്ട് അമ്മച്ചി കഴിക്കുന്നില്ല. കൊച്ചുമോള് തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട് മോളെ? ആ എരിയും പുളിയും സൂപ്പർ. ആ നാരങ്ങയൊക്കെ കഴിച്ചതിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെയോ? അപ്പോൾ അടിപൊളിയായിട്ടുള്ള കക്ക റോസ്റ്റ് ഉണ്ടോ? ഇത് കണ്ട കക്ക റോസ്റ്റ്, അടിപൊളിയായ കക്ക റോസ്റ്റ്. നിങ്ങളും കക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ നല്ല, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോഴാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിയും കൂടി കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തിൻ്റെ കൂടെയും, അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്, ദോശയുടെ കൂടെ ആണെന്നല്ല. ഇത് കോരി വെച്ച് അങ്ങ് പിച്ച് തിന്നാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അമ്മച്ചി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് പറയണം, ഷെയർ ചെയ്യണം. വീണ്ടും അമ്മച്ചിയുടെ റെസിപ്പി കാണാൻ ഓടി എത്തണം. ബൈ മക്കളെ.